ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. 4ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി ദേശീയ നേതാക്കൾ. മധ്യപ്രദേശിലെ ബൈത്തുൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 4 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം പിൻവലിച്ചു. പിരിച്ചുവിട്ട 25 ജീവനക്കാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് എയർലൈൻ കമ്പനി. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകി. ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. രാഷ്ട്രീയ കക്ഷികളുടെ താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ നന്ദുർബാറിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. തെലങ്കാനയിലെ നാരായൺപേട്ടിലും ഹൈദരാബാദിലും അദ്ദേഹം റാലികളിൽ പങ്കെടുക്കും. ഒഡീഷയിലെ ഭുവനേശ്വർ, കന്ധമാൽ, ബലംഗീർ, ബർഖഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി ഇന്നും നാളെയുമായി പ്രചാരണം നടത്തും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് ഝാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലും പൊതുസമ്മേളനങ്ങളിൽ സംസാരിക്കും. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ കനൌജിൽ ഇന്ന് പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. കാൺപൂർ, ലഖ്നൌ എന്നിവിടങ്ങളിലും അദ്ദേഹം പ്രചാരണം നടത്തും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് അമേഠിയിലാണ് പ്രചാരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മധ്യപ്രദേശിലെ ബൈത്തുൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 4 പോളിംഗ് കേന്ദ്രങ്ങളിൽ ഇന്ന് റീപോളിംഗ് നടക്കുന്നു. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. രാജാപൂർ, ദുദർ റയാത്ത്, കുന്ത റായത്ത്, ചിക്ലിമാൽ എന്നിവയാണ് റീപോളിംഗ് നടക്കുന്ന കേന്ദ്രങ്ങൾ. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അനുപം രാജൻ അറിയിച്ചു. മെയ് 7-ന് ഈ കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിരുന്നുവെങ്കിലും വോട്ടെടുപ്പിന് ശേഷം EVM മെഷീനുകൾ കയറ്റിയ ബസ്സിന് തീപിടിച്ച് മെഷീനുകൾ കത്തിനശിച്ചിരുന്നു. ജാതിയെയോ മതത്തെയോ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിവേചനവും രാജ്യത്തുണ്ടാവില്ലെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. തന്റെ സർക്കാർ ഒരിക്കലും ഭരണഘടന മാറ്റിയെഴുതില്ലെന്നും സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസാണ് ഭരണഘടന മാറ്റുന്നതിന് മുൻപും ശ്രമം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം ആരോപണമുന്നയിച്ചു. നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷതയാൽ അനുഗ്രഹീതമായ രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം തടയുന്നത് സംബന്ധിച്ച വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ BJP പരാജയപ്പെട്ടതായി ആരോപിച്ച് ആം ആദ്മി പാർട്ടി. പട്ടിണി സൂചികയിൽ രാജ്യം മോശം പ്രകടനം കാഴ്ചവെക്കുന്നതായും മുതിർന്ന AAP നേതാവ് സൌരവ് ഭരദ്വാജ് ആരോപണമുന്നയിച്ചു. ഗ്രാമീണ നഗരമേഖലകളിൽ ഒരുപോലെ ചിലവിന് ആനുപാതികമായി വരുമാനം ഉയർന്നു വരുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പച്ചക്കറിയുടെയും പയറുവർഗ്ഗങ്ങളുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും വില രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം പിൻവലിച്ച സാഹചര്യത്തിൽ സമരം ചെയ്തതിന് പിരിച്ചുവിട്ട 25 ജീവനക്കാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചു. ജീവനക്കാർ ഉയർത്തിയ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് എയർലൈൻ കമ്പനി സമ്മതിച്ച സാഹചര്യത്തിലാണ് സമരം പിൻവലിച്ചത്. ജീവനക്കാർ കൂട്ടത്തോടെ അവധിയിൽ പ്രവേശിച്ച് പ്രതിഷേധിച്ചതോടെയാണ് വിമാന സർവീസുകൾ മുടങ്ങിയത്. സമരം അവസാനിപ്പിക്കാൻ ധാരണയായെങ്കിലും കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിവിധ സർവീസുകൾ ഇന്നും തടസ്സപ്പെട്ടു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സമ്മാനിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ വൈജയന്തിമാല ബാലി, ചിരഞ്ജീവി എന്നിവർക്ക് പത്മവിഭൂഷണും പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ അശ്വിൻ ബാലചന്ദ് മേത്ത, മുതിർന്ന രാഷ്ട്രീയ നേതാവും മലയാളിയുമായ O രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷണും സമ്മാനിച്ചു. സുപ്രീംകോടതി ആദ്യ വനിതാ ജഡ്ജിയും മലയാളിയുമായ M ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ നൽകി. ഇന്ത്യ UK വാർഷിക നയതന്ത്ര സംഭാഷണം ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, UK സുരക്ഷാ ഉപദേഷ്ടാവ് ഡിം ബാരോ എന്നിവർ സംഭാഷണത്തിന് അധ്യക്ഷത വഹിച്ചു. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം ആരംഭിച്ചു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് ഹർജി പരിഗണിക്കുന്നത്. കേസിൽ മാർച്ച് 21-ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവ്. തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജസ്നയുടെ അച്ഛൻ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം CJM കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ജെയിംസ് സീൽ ചെയ്ത കവറിൽ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ജസ്നയെ 2018 മാർച്ച് 22-നാണ് കാണാതായത്. മകൾ ജീവിച്ചിരിപ്പില്ലെന്നും തന്റെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചുവെന്നുമാണ് അച്ഛൻ ജെയിംസിന്റെ വാദം. ഇതോടെ കേസ് ഡയറി ഹാജരാക്കണമെന്ന് CBIയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. CBI പരിശോധിക്കാത്ത എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കുകയാണെങ്കിൽ തുടരന്വേഷണം നടത്താമെന്ന് CBI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വൈസ് അഡ്മിറൽ സഞ്ജയ് ഭല്ല ഇന്ത്യൻ നാവികസേനയുടെ ചീഫ് ഓഫ് പേഴ്സണലായി ചുമതലയേറ്റു. 1989 ജനുവരി 1-ന് നാവികസേനയുടെ ഭാഗമായ അദ്ദേഹം 35 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്നു അദ്ദേഹം. ഹരിയാനയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഗവർണറുമായി ചർച്ച ചെയ്യാനൊരുങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഗവർണർ ബണ്ടാരു ദത്താത്രേയ്ക്ക് കത്തയച്ചു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനും നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്താനും ഗവർണറോട് അഭ്യർത്ഥിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ പറഞ്ഞു. 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടെ 88-അംഗ നിയമസഭയിൽ 45 പേർ സർക്കാരിന് എതിരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ വിരുദനഗർ ജില്ലയിലെ ശിവകാശിയിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണസംഖ്യ 10-ആയി. ഗുരുതരമായി പരിക്കേറ്റ 11 പേർ ചികിത്സയിലാണ്. നാശനഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഫാക്ടറി ഉടമയ്ക്കെതിരെയും നടത്തിപ്പുകാരനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ചാർധാം തീർത്ഥാടന യാത്രയ്ക്ക് സമാരംഭം കുറിച്ച് കേദാർനാഥ് ക്ഷേത്രം ഇന്ന് തുറന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ചാർധാം യാത്രയ്ക്കെത്തുന്ന തീർത്ഥാടകരുടെ സൌകര്യവും സുരക്ഷയും ഉറപ്പാക്കാൻ വിപുലമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. ഈ വർഷം 22 ലക്ഷത്തിലധികം ഭക്തർ യാത്രയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇറാനിൽ കപ്പലിൽ കുടുങ്ങിയ 5 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിച്ചു. ഇവർ നാട്ടിലേക്ക് യാത്ര തിരിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലിന്റെ ചരക്ക് കപ്പലിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി എല്ലാ സഹകരണവും നൽകിയ ഇറാൻ ഭരണകൂടത്തിന് നന്ദി അറിയിക്കുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-ാമതും ഗുജറാത്ത് 10-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 60 റൺസിന് വിജയിച്ചു. ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 165 പോയിന്റ് ഉയർന്ന് 72,569-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 77 പോയിന്റ് വർദ്ധിച്ച് 22,035-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 85 രൂപ കൂടി 6,700 രൂപയും പവന് 680 രൂപ വർദ്ധിച്ച് 53,600 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച വയനാട് ജില്ലയിലും മഞ്ഞ ജാഗ്രതയായിരിക്കും. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ശക്തമായി തുടരുന്നു. 4-ാം ഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മണ്ഡലങ്ങളിൽ പ്രചാരണം ഊർജിതമാക്കി ദേശീയ നേതാക്കൾ. മധ്യപ്രദേശിലെ ബൈത്തുൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 4 പോളിംഗ് കേന്ദ്രങ്ങളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരം പിൻവലിച്ചു. പിരിച്ചുവിട്ട 25 ജീവനക്കാരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ച് എയർലൈൻ കമ്പനി. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകി. ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.